മുലയൂട്ടാനും മൂത്ത തുണി കഴുകാനും തന്നെ കിട്ടില്ലെന്ന് മഹിയോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ. പ്രസവിക്കാൻ താല്പര്യമില്ലായിട്ടും മഹിയുടെ ചീപ്പ് സെന്റിമെന്റ്സ് കാരണം ഞാൻ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകി. എന്ന് വെച്ചാൽ എൻ്റെ കരിയർ മോഡലിംഗ് ആണ്. അത് കളഞ്ഞു കുളിച്ച് നിങ്ങൾ കൊച്ചിന് മുലയൂട്ടിരിക്കാൻ കിട്ടില്ല. അത് നിങ്ങൾ വേറെ ആളെ നോക്കണം. വിശന്ന് കരയുന്ന കുഞ്ഞുമായി മാലിനിയുടെ അടുത്തേക്ക് ചെന്ന എന്നോട് അവൾ ഉറഞ്ഞു തുള്ളി അത് പറയുമ്പോൾ സർവ്വ നിയന്ത്രണവും വിട്ടുപോയിരുന്നു. നീ പ്രസവിച്ച കുഞ്ഞിന് നീയല്ലാതെ ആരടി പിന്നെ മുലയൂട്ടേണ്ടത്? എന്റെ കുഞ്ഞിന്റെ വിശപ്പടക്കിട്ട് മതി നിന്റെ ഉദ്യോഗം, കേട്ടോടി. അവളുടെ നേരെ കൈയോങ്ങി ഞാനത് പറയുമ്പോഴേക്കും അമ്മയെ അവിടെ എത്തിയിരുന്നു. മഹി, എന്താ ഇത്? അവൾ പെറ്റെഴുന്നേറ്റ പെണ്ണ, അവളുടെ നേർക്കാണ് നീ തല്ലാൻ കയ്യോങ്ങുന്നത്. അമ്മ അത് ചോദിച്ചുകൊണ്ട് എന്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, മോളെ നിന്റെ ചോരയാ, മറ്റാരെക്കാളും ഇവൾക്ക് നിന്നെയാണ് ഇപ്പോൾ ആവശ്യം. അത് നീ കണ്ടില്ലെന്ന് വെക്കരുതെന്നാണ് അമ്മയുടെ മകന്റെ നിർബന്ധത്തിന് മാത്രമാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്ന്. അമ്മയ്ക്ക് കണ്ണടക്കുമ്പോൾ പേരക്കുട്ടിയെ കാണും പോലും അന്നേ ഞാൻ പറഞ്ഞത് അയാളോട് എനിക്കിതിനൊന്നും താല്പര്യമില്ലെന്ന്. അവളത് പറഞ്ഞതും മനസാക്ഷിയൊന്നുമില്ലാത്ത ഇവളോടൊക്കെ വേദോതാതെ എന്റെ കുഞ്ഞിന്റെ വിശപ്പടക്കം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാമ്മേ. മഹി, എനിക്ക് മനസാക്ഷിയില്ല, സമ്മതിച്ചു. ഈ പറഞ്ഞ സാധനം മൈക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഡാഡിയുടെ 10 പുത്തം കണ്ടപ്പോൾ മുറപ്പെണ്ണിനെ പറഞ്ഞ എൻ്റെ മുന്നിൽ നിങ്ങളുടെ കണ്ടു മഞ്ഞളിക്കില്ലായിരുന്നു എന്നവൾ എന്നെ നേർക്കെന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങും പോലെയാണ് എനിക്ക് തോന്നിയത്. ഒന്നും മിണ്ടാതെ കോണിപ്പടിയിൽ ഇറങ്ങുമ്പോൾ അമ്മ അവളോട് വീണ്ടും ഇരക്കുന്നത് കേൾക്കാമായിരുന്നു. മോളെ, ഒരു നേരത്തെ വിശപ്പടക്ക് കുഞ്ഞിൻ്റെ, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് തീരുമാനിക്കുക എന്ന അമ്മ പറയുമ്പോൾ മഹി ചതിച്ചൊരു പെണ്ണിലെ അപ്പുറത്ത് കുഞ്ഞു മരിച്ചു പോയതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച രേവതി, അമ്മയുടെ ചേട്ടൻ്റെ മകള്, മഹിയുടെ പഴയ ഇഷ്ടക്കാരി, അവളോട് പറ എനിക്ക് വയ്യ ഈ വീഴ്പ്പ് ചുമന്ന എൻ്റെ ഭാവികളെ എന്ന് പറഞ്ഞ് എനിക്ക് മുന്നിലൂടെ സ്ത്രീധനമായി തന്ന കാറിന്റെ ചാവിമെടുത്തു പോകുന്ന മാലിനിയെ തടയാൻ പോയിട്ട് ഒന്ന് ശബ്ദമുയർത്താൻ പോലും അപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നതായിരുന്നു വാസ്തവം. മാലിനി കാർ സ്റ്റാർട്ട് ചെയ്തും അവളും മറികടന്ന് ഓടിവരുന്ന രേവതിയാണ് എൻ്റെ കണ്ണിലുടക്കിയത്. ഒരിക്കൽ ഞാൻ എൻ്റെ പ്രണയവും ജീവിതവും കാട്ടി മോഹിപ്പിച്ചവൾ എനിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് 5 അക്ക ശമ്പളമുള്ള ജോലിയെക്കുറിച്ച് പറയുന്നതിനൊപ്പം കമ്പനി സിഇഒയുടെ മകളുടെ ഫോട്ടോയും കാണിച്ചിരുന്നു. ആരാമായി ഏട്ടാ ഇത് എന്നവളുടെ ചോദ്യത്തിന് ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണെന്ന് പറയുമ്പോൾ അപ്പം ഞാനാരാ മയ്യേട്ടാ എന്ന് മാത്രമായിരുന്നു അവൾ ചോദിച്ച്. നീ എൻ്റെ കളിക്കൂട്ടുകാരി മാത്രമാണോ രേവു എന്ന് ഞാൻ പറയുമ്പോൾ പൊട്ടിക്കരച്ചിലായിരുന്നു അവിടെ മാകെ നിറഞ്ഞു നിന്നത്. അവൾക്ക് മുന്നിലൂടെ ഞാൻ മാലിനിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു നിഴലായി പോലും രേവതി ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ഒരിക്കൽ അമ്മയുമായി ഫോണിൽ സംസാരിച്ച കൂട്ടത്തിൽ രേവുവിൻ്റെ വിവാഹം കഴിഞ്ഞതറിഞ്ഞു, പിന്നെ ഗർഭിണിയായത്. എങ്കിലും കുഞ്ഞ് പിറന്നതിന് മുമ്പിലത്തെ ഒരാഴ്ച അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും അതിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിയുന്ന അമ്മയെ ഞാനും കണ്ടിരുന്നു. എങ്കിലും അവളെ ഒന്ന് കാണാനോ സമാധാനിപ്പിക്കാനോ എനിക്കും തോന്നിയില്ല. രേവതി എനിക്ക് മുമ്പിലെത്തി. ഒരു നിമിഷം നിന്നെങ്കിലും അമ്മായി ഇവിടെ മഹിയേട്ട എന്ന് ചോദിച്ചപ്പോൾ മുകളിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് ഞാൻ ചെയ്തത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് അവൾ നടക്കുമ്പോൾ എൻ്റെ ചങ്കുമൊന്ന് പിടച്ചിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ മോളുടെ കരച്ചിൽ നിന്നപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നടുത്തിരുന്നു. അമ്മയുടെ കട്ടിലിൽ എൻ്റെ കുഞ്ഞിനെയും മാറോട് ചേർത്ത് മുലയൂട്ടുന്ന രേവതിയെ കണ്ടപ്പോൾ ചെയ്ത തെറ്റോർത്ത് കണ്ണീരിനാൽ എൻ്റെ കാഴ്ചയും മങ്ങിയിരുന്നു. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാനും അവളെ കുളിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും രേവതി അവളെ തന്നെ മാറ്റിവെച്ചിരുന്നു. പലപ്പോഴും ഒന്ന് ഉരിയാടാൻ അവൾക്ക് നേരെ അടുക്കുമ്പോഴേക്കും മൗനമായിരുന്നു എനിക്കുള്ള മറുപടി. ഇന്നാദ്യമായി എൻ്റെ മോൾ അമ്മ എന്ന ആദ്യാക്ഷരം പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് അവൾ അമ്മയോട് ചോദിച്ച്, അമ്മായി പുന്നാരെന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ അല്ലേ എന്നായിരുന്നു. നീ അവളുടെ അമ്മ തന്നെയല്ലേ മോളെ എന്നമ്മ പറയുമ്പോഴേക്കും മാതൃത്വത്തിൻ്റെ അനുഭൂതി നിവർന്നുകൊണ്ട് കുഞ്ഞിനെ അവൾ മുത്തങ്ങളാൽ മൂടിയിരുന്നു. അമ്മയാവാൻ പ്രസവിക്കണമെന്നില്ല, മാതൃത്വം തുളുമ്പുന്ന മനസ്സുണ്ടായാലും മതി.